ഇപ്പോൾ സ്റ്റുഡൻസ് നമ്മൾ സി എ ഫൈനലിൻ്റെ ആംഗിളിൽ ഡയറക്റ്റ് ടാക്സിൽ വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രൊവിഷനാണ് ഇൻകം കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ്സ്. ആക്ച്വലി ചെറിയൊരു ടോപ്പിക്കാണ്. നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര വലിയ സംഭവമായിട്ട് തോന്നും. കാരണം പൊതുവെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. അപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇൻകം കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ്സ് നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ബട്ട് ആക്ച്വലി കാര്യങ്ങൾ സിമ്പിളാണ്. എന്താണ് ഇൻകം കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ICDS? അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മളിപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു പ്രശ്നമല്ല. അക്കൗണ്ടൻസിയും ഇൻകം ടാക്സും തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റാണ്. ഇപ്പോൾ അക്കൗണ്ട്സിനകത്ത് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ ഇന്ത്യ ASO ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ ഇന്ത്യ ASO അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡോ ഫോളോ ചെയ്തുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യുന്നു. അതിനകത്തൊരു പ്രോഫിറ്റ് കിട്ടുന്നു. ആ സെയിം ഇയറിൽ തന്നെ അതേ അസസിയുടെ PGBP ഇൻകം കമ്പ്യൂട്ട് ചെയ്താൽ നമുക്ക് PGBPയിൽ കിട്ടുന്ന ടോട്ടൽ ഇൻകവും ഈ പറയുന്ന അക്കൗണ്ട്സ് പ്രകാരം അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം അവർ കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ അവരുടെ ഇൻകവും ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസമാണ്. മാരകമായ വ്യത്യാസമാണ്. ഇത് രണ്ടും തമ്മിൽ ഒത്തുപോകത്തില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ട്സിലെ പ്രോഫിറ്റ് 5 കോടിയാണെങ്കിൽ ചിലപ്പോൾ ആ സെയിം ഇയറിലെ ടാക്സബിൾ ഇൻകം 8 കോടിയായിരിക്കും. അതെന്തുകൊണ്ടാണ് ഡിഫറൻസ്? അതിനൊരു മെയിൻ റീസൺ, ഒരുപാട് റീസൺസ് ഉണ്ട്. അക്കൗണ്ട്സിലെ ഡിപ്രീസിയേഷൻ പോലല്ല ഇൻകം ടാക്സിലെ ഡിപ്രീസിയേഷൻ. അക്കൗണ്ട്സിൽ അലോ ചെയ്യുന്ന പല എക്സ്പെൻസും ഇൻകം ടാക്സിൽ എക്സ്പെൻസായിട്ട് അനുവദിക്കണമെന്നില്ല. ഇൻകം ടാക്സിൽ അഡീഷണൽ ഡിസലവൻസുകൾ പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പല റീസൺസ് ഉണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു റീസൺ, ഈ അക്കൗണ്ട്സിലെ ഇൻകവും ടാക്സിലെ ഇൻകവും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇന്ത്യ ASൻ്റെ ട്രീറ്റ്മെൻറ്റുകളാണ്. കാരണം അക്കൗണ്ട്സിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സാധാരണ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡോ ഇന്ത്യ ASO നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യും. ബട്ട് വെൻ ഇറ്റ് ഈസ് കം ടു ദ ടാക്സ് ലോയ്ക്കകത്ത് പലപ്പോഴും അവിടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലോ ഇന്ത്യ ASലോ നിങ്ങൾ എടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ടാക്സ് ലോയ്ക്ക് അല്ലെങ്കിൽ ടാക്സ് ലോയ്ക്കകത്ത് അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു സാധനം ആയിരിക്കില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവിടെ ഒരു അക്കൗണ്ട്സിൽ ചെയ്യുന്ന പല ട്രീറ്റ്മെൻറ്റുകളെയും ഇൻകം ടാക്സിൽ ഡിസ്റിഗാർഡ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യേണ്ടി വരും. അങ്ങനെ ഇഗ്നോർ ചെയ്യുമ്പോഴും പലപ്പോഴും അവിടുത്തെ എക്സ്പെൻസ് ഇവിടെ എക്സ്പെൻസ് അല്ലാണ്ടായി മാറുന്നു. അക്കൗണ്ട്സിലെടുക്കുന്ന ഇൻകം അക്കൗണ്ട്സിലെടുക്കാത്ത ഇൻകം ടാക്സിൽ ഇൻകമായിട്ട് എടുക്കേണ്ടി വരുന്നു. അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നതാണ്. അക്കൗണ്ട്സിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സ്പെൻസിൻ്റെ പ്രൊവിഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് ഇൻകം ടാക്സിൽ ടാക്സ് ലോയിൽ എക്സ്പെൻസായിട്ട് അനുവദിക്കുന്നില്ല. അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ നിങ്ങൾ എടുക്കാത്ത ഇൻകം ടാക്സ് ലോയിൽ ഇൻകമായിട്ട് റിക്കഗ്നൈസ് ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നു അല്ലെങ്കിൽ അങ്ങനെ എടുക്കേണ്ടി വരുന്നു ടാക്സ് ലോ പ്രകാരം. അപ്പോൾ ഇത് രണ്ടും ഒരു ഭയങ്കര ബിഗ് കോൺഫ്ലിക്റ്റാണ്. അപ്പോൾ ടാക്സിന് വേണ്ടി മാത്രമായി സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് സ്റ്റാൻഡേർഡ്സ് വേണം എന്നുള്ളത് പണ്ടോട്ടുള്ള ആവശ്യമാണ്. അങ്ങനെ പണ്ട് ടാക്സ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് TAS എന്നും പറഞ്ഞ് 2-3 സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരുന്നു. പിന്നീട് ടാക്സ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ അവർ മാറ്റിയിട്ട് പിന്നെ ടാക്സിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ഒരു സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവന്നു. അതിനകത്ത് ഒരു പരിധി വരെ കുറേ സ്റ്റാൻഡേർഡ്സൊക്കെ നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലും ഇന്ത്യ ASലും പറയുന്ന പ്രിൻസിപ്പിൾസിനെ ഒരു പരിധി വരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ദർ ഈസ് എ ഡീവിയേഷൻ. ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസങ്ങൾ ഇപ്പോഴും ചില മേഖലകളിൽ വളരെ പ്രകടമായ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റിൽ ഡിഫറൻസ് വരും. അക്കൗണ്ട്സിൽ നിന്ന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡോ ഇന്ത്യ AS പ്രകാരമോ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നൊരു സാധനം ആ സെയിം സാധനം നമ്മുടെ ടാക്സ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ടാക്സിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഇപ്പോൾ ടാക്സ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നല്ല, ഇപ്പോൾ അതിനെ വിളിക്കുന്ന പേര് ICDS എന്നാണ്. അതിൻ്റെ പേരിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ടാക്സിൻ്റെ സ്റ്റാൻഡേർഡ്സിലേക്ക് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അക്കൗണ്ട്സിലെ ആ ട്രീറ്റ്മെൻറ്റ് ടാക്സിൽ അംഗീകരിക്കാൻ കഴിയില്ല ഈ സ്റ്റാൻഡേർഡ് അനുസരിച്ച്. അപ്പോൾ അതിനെ ഡിസ്റിഗാർഡ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവിടെ ഡിഫറൻസ് ഇൻ പ്രോഫിറ്റിൽ വരും. അപ്പോൾ പ്രോഫിറ്റിലുണ്ടാകുന്ന ആ ഇമ്പാക്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇൻകം ടാക്സിനകത്ത് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള സെക്ഷൻ 145 ആണ്. അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻകം കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ് എന്നുള്ള ഇതിൻ്റെ ലീഗൽ വാലിഡിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒറിജിൻ, അതാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സെക്ഷൻ 145 ആണ്. അപ്പോൾ ഇൻകം ടാക്സ് ആക്ടിൻ്റെ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സെക്ഷനാണ് ശരിക്കും 145. സെക്ഷൻ 145 സബ്സെക്ഷൻ 1 ഉണ്ട്, 145 സബ്സെക്ഷൻ 2 ആൻഡ് 145 സബ്സെക്ഷൻ 3. ഇങ്ങനെ 3 സബ്സെക്ഷനുള്ള സെക്ഷനാണ് 145. 145ൻ്റെ സബ്സെക്ഷൻ 145ൻ്റെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് എന്നാണ് ഹെഡിങ്. ഈ സെക്ഷൻ്റെ ഹെഡിങ് 145ൻ്റെ ഹെഡിങ് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് എന്നാണ്. ശരി, എന്താണ് 145ൻ്റെ സബ്സെക്ഷൻ 1ൽ പറയുന്നത്? 145ൻ്റെ സബ്സെക്ഷൻ 1ൽ പറയുന്നത് നമ്മുടെ ഇൻകം ടാക്സിനകത്ത് 5 ഹെഡ് ഓഫ് ഇൻകം ഉണ്ട്. അതിലും 2 ഹെഡുകളിൽ, അതായത് നമ്മുടെ മൂന്നാമത്തെ ഹെഡ് ദാറ്റ് ഈസ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, സെക്ഷൻ 28 തൊട്ട് 44 വരെ വരുന്ന PGBP, പിന്നെ സെക്ഷൻ 56 തൊട്ട് 59 വരെ വരുന്ന ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈ 2 ഹെഡിലും, അതായത് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഹെഡിലും ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ള ഹെഡും, ഈ 2 ഹെഡിലും ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വൈൽ കമ്പ്യൂട്ടിംഗ് ദ ഇൻകം അണ്ടർ ദ ഹെഡ് PGBP ആൻഡ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്, the method of accounting, either mercantile system or cash system regularly employed by the assessee shall be followed എന്നാണ്.
എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ, ഒരു അസസി കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് അവൻ ഫോളോ ചെയ്യുന്ന അവൻ്റെ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് മെർക്കൻഡൈൽ സിസ്റ്റമാണ് എങ്കിൽ ടാക്സ് ലോയ്ക്കകത്ത് നമ്മുടെ PGBP ഹെഡ് ഓഫ് ഇൻകവും ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ള ഈ രണ്ട് ഹെഡ് ഓഫ് ഇൻകത്തിൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അവൻ മെർക്കൻഡൈൽ സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഡ്യൂ ആയിട്ടുള്ള ഇൻകം അവൻ എടുക്കണം, ഡ്യൂ ആയ എക്സ്പെൻസ് അവന് ക്ലെയിം ചെയ്യാം. മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് മെർക്കൻഡൈൽ അക്രൂവൽ സിസ്റ്റം ഫോളോ ചെയ്യണം. ഇനി അതല്ല, റെഗുലറായിട്ട് അവൻ എംപ്ലോയ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ക്യാഷ് സിസ്റ്റമാണ് എങ്കിൽ ടാക്സ് ലോയ്ക്കകത്തും ക്യാഷ് സിസ്റ്റം ഫോളോ ചെയ്യണം. അത് കൺസിസ്റ്റൻ്റ്ലി ഫോളോ ചെയ്യണം. ഒരിക്കലും ഒരു പർട്ടിക്കുലർ ഇയറിൽ മെർക്കൻഡൈൽ സിസ്റ്റം നെക്സ്റ്റ് ഇയർ ക്യാഷ് സിസ്റ്റത്തിലേക്ക് ജമ്പ് ചെയ്യുന്നു, അടുത്ത് വീണ്ടും മെർക്കൻഡൈൽ സിസ്റ്റം, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഐദർ ദ മെർക്കൻഡൈൽ സിസ്റ്റം ഓർ ക്യാഷ് സിസ്റ്റം റെഗുലർലി എംപ്ലോയിഡ് ബൈ ദ അസസി എന്നാണ്. റെഗുലർലി എംപ്ലോയിഡ് ബൈ ദ അസസി എന്ന് പറഞ്ഞാൽ അവൻ്റെ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോർമലി അവൻ ഏത് മെത്തേഡാണോ ചൂസ് ചെയ്യുന്നത് ആ മെത്തേഡ് തന്നെ ടാക്സ് ലോയിലും ഫോളോ ചെയ്യണമെന്നുള്ളതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്ന ഇൻറ്റൻഷൻ, ലീഗൽ ഇൻറ്റൻഷൻ. അതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് മെത്തേഡ് ഫോളോ ചെയ്യണം. യു ക്യാൻ ചൂസ് ദ മെത്തേഡ്, ഒന്നുകിൽ മെർക്കൻഡൈൽ സിസ്റ്റം അല്ലെങ്കിൽ ക്യാഷ് സിസ്റ്റം. നോക്കൂ, 2 ഹെഡുകൾക്ക് മാത്രമേ സെക്ഷൻ 145 സബ്സെക്ഷൻ 1 പറയുന്ന മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഒന്ന് PGBP, 2 ഇൻകം ഫ്രം അതർ സോഴ്സ്. അതെന്താ സാർ, ബാക്കി 3 ഹെഡുകൾക്ക് ബാധകമല്ലേ? ആലോചിച്ച് നോക്കൂ, ഇൻകം ഫ്രം സാലറി അല്ലേ ആദ്യത്തെ ഹെഡ്, സെക്ഷൻ 15 തൊട്ട് 17 വരെ അല്ലേ. ചാർജബിലിറ്റി സെക്ഷൻ 15 അല്ലേ. ചാർജബിലിറ്റി സെക്ഷൻ 15 പറഞ്ഞിട്ടുണ്ടല്ലോ, സാലറി ഈസ് ടാക്സബിൾ ഓൺ ഡ്യൂ ഓർ റെസീറ്റ് ബേസിസ് വിച്ച് എവർ ഈസ് ഏർലിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പിന്നെ കൂടുതൽ ഇനി കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. ഡ്യൂവോ റെസീറ്റോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അന്നേരം ടാക്സ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് സാലറിയുടെ ചാർജബിലിറ്റി സെക്ഷൻ 15. അപ്പോൾ സാലറിക്കകത്ത് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ഏതാണെന്ന് ചോദിച്ചാൽ ഡ്യൂ ഓർ റെസീറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. And when it is come to the second head of income, income from house property, section 22, there must be a property, assessee must be owner of the property, that property should not be used for own business or profession, then annual value of the property is taxable എന്നാണ്. അവിടെ നിങ്ങൾക്ക് റെൻറ്റ് കിട്ടിയോ കിട്ടിയില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആക്ച്വലി ആനുവൽ വാല്യൂ ഡ്യൂ ആയാൽ മതി, അവിടെ ടാക്സബിൾ ആണ്. ഈവൻ പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുക്കാത്ത കേസിൽ വാടകയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ എത്ര രൂപ വാടക കിട്ടിയേനെ എന്നുള്ള ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ കോൺസെപ്റ്റ് വരെ അവിടെ ഉണ്ട്. അവിടെ വരെ ആനുവൽ വാല്യൂ എടുത്തിട്ട് അങ്ങ് ടാക്സ് ചെയ്യാണ്. അപ്പോൾ അവിടെ കിട്ടണമെന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെയും നമുക്ക് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് മെർക്കൻഡൈൽ എന്നോ ക്യാഷ് എന്നോ പറയാൻ പറ്റില്ല. ആക്ച്വലി ഏതാണ്ട് മെർക്കൻഡൈൽ പോലെയാണ്, പക്ഷേ മെർക്കൻഡൈൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം വാടകയ്ക്ക് കൊടുത്തിട്ടില്ലാത്ത കേസിൽ പോലും ഡീംഡ് ലെറ്റ് ഔട്ട് ആയിട്ട് നോഷണൽ ഇൻകം വരുന്ന ഹെഡാണ് ഹൗസ് പ്രോപ്പർട്ടി. അപ്പം സാലറിക്കകത്ത് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ഡ്യൂ ഓർ റെസീറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ 15 പറഞ്ഞു. ഹൗസ് പ്രോപ്പർട്ടിക്ക് പ്രത്യേകിച്ച് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ആപ്ലിക്കബിൾ അല്ല. ആ സെക്ഷൻ 22 പറഞ്ഞ ചാർജബിലിറ്റിയാണ്. സെക്ഷൻ 28 തൊട്ട് 44 വരെ PGBP യെസ് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ഇസ് ആപ്ലിക്കബിൾ. മെർക്കൻഡൈൽ സിസ്റ്റം അല്ലെങ്കിൽ ക്യാഷ് സിസ്റ്റം റെഗുലർലി ഫോളോ ചെയ്തേ പറ്റൂ. ആൻഡ് വെൻ ഇറ്റ് ഇസ് കം ടു ദ നെക്സ്റ്റ് ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിനെ സംബന്ധിച്ച് സെക്ഷൻ 45 പറഞ്ഞിട്ടുണ്ടല്ലോ, ഇഫ് ദർ ഇസ് എ ക്യാപിറ്റൽ അസറ്റ് ആൻഡ് ഇറ്റ് ഇസ് ട്രാൻസ്ഫേർഡ് ആസ് എ റിസൾട്ട് ഓഫ് ട്രാൻസ്ഫർ പ്രോഫിറ്റ് ഓർ ഗെയിൻ അറൈസ് ക്യാപിറ്റൽ ഗെയിൻ ആപ്ലിക്കബിൾ. അവിടെ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് പറഞ്ഞിട്ടില്ല, അവിടെ കിട്ടിയിട്ടാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. ആകെ 2 സിറ്റുവേഷനിൽ മാത്രമേ പൈസ കിട്ടിയിട്ട് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടച്ചാൽ മതി എന്ന് പറയുന്നുള്ളൂ. അതൊന്ന് കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻറ്റു ആസ് പെർ സെക്ഷൻ 45 സബ്സെക്ഷൻ 2, മറ്റൊന്ന് സെക്ഷൻ 45 സബ്സെക്ഷൻ 5 കമ്പൽസറി അക്വിസിഷൻ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ്. ഈ 2 കേസ് അല്ലാതെ അവിടെ ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കാൻ ബാധ്യസ്ഥമാണ്. മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ഇറലവൻ്റ് ആണ് ക്യാപിറ്റൽ ഗെയിനെ സംബന്ധിച്ച്. But when it is come to 56 to 59, other source, section 145 subsection 1, either mercantile system or cash system regularly follow ചെയ്യണം. പക്ഷേ അതിനും എക്സെപ്ഷൻ ഉണ്ട്, നമുക്കറിയാം. അതിൻ്റെ ഒരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 145B എന്നുള്ള സെക്ഷനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എന്താണ് ഈ ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ ഓർ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ റെസീറ്റ് ബേസിസിൽ ടാക്സ് ചെയ്യണം. മെർക്കൻഡൈൽ സിസ്റ്റമാണ് അതർ സോഴ്സിൽ ഫോളോ ചെയ്യുന്നെങ്കിൽ പോലും. അപ്പോൾ ചില ഐറ്റം ആക്ടിൽ പറയുന്ന ചില കാര്യങ്ങൾ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്ങിന് ഓവർ റീഡ് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ആക്ട് തന്നെ പ്രിവെയിൽ ചെയ്യും, മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് അല്ല. ബട്ട് ജനറലി PGBP ഹെഡിലും ഇൻകം ഫ്രം അതർ സോഴ്സിലും ഒന്നുകിൽ മെർക്കൻഡൈൽ സിസ്റ്റം അല്ലെങ്കിൽ ക്യാഷ് സിസ്റ്റം റെഗുലർലി ഫോളോ ചെയ്യണം. ബാക്കി ഹെഡുകൾക്ക് ബാധകമല്ല. അപ്പോൾ PGBPയിലും ഇൻകം ഫ്രം അതർ സോഴ്സിലും ഒന്നുകിൽ മെർക്കൻഡൈൽ സിസ്റ്റം അല്ലെങ്കിൽ ക്യാഷ് സിസ്റ്റം റെഗുലർലി ഫോളോ ചെയ്യണം. ദിസ് ഈസ് ദ കണ്ടന്റ് ഓഫ് സെക്ഷൻ 145 സബ്സെക്ഷൻ 1. 145 subsection 2. Very important. According to section 145 subsection 2, while computing the income under the head PGBP or computing the income under the head income from other source, ICDS notified by the central government must be followed for computation of income. അപ്പോൾ സെക്ഷൻ 145 സബ്സെക്ഷൻ 2 നിന്നാണ് ICDSൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ ഒറിജിൻ. അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഇങ്ങനെ പറയാം, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഇൻകം ടാക്സിനകത്ത് ടാക്സ് കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ്സ് നോട്ടിഫൈ ചെയ്യാൻ അധികാരം എവിടെ നിന്ന് കിട്ടി? ICDSൻ്റെ ലീഗൽ ബാക്കിംഗ് എവിടെ? സെക്ഷൻ 145 സബ്സെക്ഷൻ 2 which empowers the അല്ലെങ്കിൽ which gives the central government to notify ICDS for the purpose of computing income under the head profits and gains of business or profession or income from other source.
അപ്പോൾ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി ഇപ്പോൾ തന്നെ പറയാം. മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ആപ്ലിക്കബിൾ 2 ഹെഡിനാണ്. അതുപോലെ ICDS 2 ഹെഡിലെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. സാലറിയിലോ ഹൗസ് പ്രോപ്പർട്ടിയിലോ ക്യാപിറ്റൽ ഗെയിനിലോ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ICDSന് യാതൊരുവിധ ഇമ്പാക്റ്റും ഇല്ല. ICDS is applicable only for computing the income under the head PGBP and income from other source. Very important concept. 145 സബ്സെക്ഷൻ 3 എന്താ പറയുന്നത്? അവിടെ പറയുന്നത് 145 സബ്സെക്ഷൻ 1 പ്രകാരം മെർക്കൻഡൽ സിസ്റ്റമോ ക്യാഷ് സിസ്റ്റമോ റെഗുലർലി നിങ്ങൾ PGBPയിലും IFOസിലും ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യാതിരിക്കുകയോ 145 സബ്സെക്ഷൻ 2 പ്രകാരം പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്ത് ICDS ഫോളോ ചെയ്തുകൊണ്ട് PGBPയും IFOസിലും ഇൻകം കമ്പ്യൂട്ട് ചെയ്യാതിരിക്കുകയോ വയലേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്സ് കംപ്ലീറ്റ് അല്ല, ബുക്സ് നോട്ട് കംപ്ലീറ്റ് ആൻഡ് നോട്ട് കറക്റ്റ്, ബുക്സ് കംപ്ലീറ്റും അല്ല കറക്റ്റും അല്ല, ബുക്സ് കംപ്ലീറ്റ് അല്ലാതിരിക്കുകയോ കറക്റ്റ് ആവാതിരിക്കുകയോ ചെയ്താൽ, നോക്കൂ, സെക്ഷൻ 145 സബ്സെക്ഷൻ 1 പ്രകാരം പറഞ്ഞ മെർക്കൻഡൈൽ സിസ്റ്റമോ ക്യാഷ് സിസ്റ്റമോ റെഗുലറായിട്ട് PGBPയിലും IFOസിലും ഫോളോ ചെയ്യാതിരിക്കുകയോ, സെക്ഷൻ 145 സബ്സെക്ഷൻ 2 പറഞ്ഞിരിക്കുന്ന ICDS 1 to 10 വരെ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തത് ഫോളോ ചെയ്തുകൊണ്ട് PGBPയും ഇൻകം ഫ്രം അതർ സോഴ്സും ഇൻകം കമ്പ്യൂട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ, സെക്ഷൻ 145 സബ്സെക്ഷൻ 3 പ്രകാരം ദ ഇൻകം ഓഫ് ദാറ്റ് അസസി വുഡ് ബി സബ്ജക്ട് ടു 144 ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. ആഹാ, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ 145 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ 2 സബ്സെക്ഷൻ 3 അതിൽ 145 സബ്സെക്ഷൻ 1 2 കൃത്യമായി ഫോളോ ചെയ്യാതിരുന്നാൽ ഇൻകം ഓഫ് ദാറ്റ് അസസി വുഡ് ബി സബ്ജക്ട് ടു ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അസസിങ് ഓഫീസർക്ക് തോന്നിയ ഇൻകം നിങ്ങളുടെ ഇൻകമായിട്ട് ഡിക്ലെയർ ചെയ്യും. അതാണ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. ICDSൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ICDS വന്ന വഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ICDS വന്ന വഴി എന്താണെന്ന് വെച്ചാൽ 145 സബ്സെക്ഷൻ 2. അപ്പോൾ ഇൻകം ടാക്സ് ആക്ടിന് എംപവർ ചെയ്യുന്നുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിന്. ICDS നോട്ടിഫൈഡ് അധികാരം കൊടുത്തു. ആ അധികാരം 145 സബ്സെക്ഷൻ 2 നിന്ന് ഒബ്റ്റെയിൻ ചെയ്തുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തത് ICDS 1 to 10, 1 മുതൽ 10 വരെയുള്ള ICDS ആണ് ഗവൺമെൻറ് ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ICDS പഠിക്കുന്നതിന് മുമ്പ് ഇൻട്രൊഡക്ഷനായിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആ അറിയേണ്ട കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ICDS ആയിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നല്ല ബേസിക്സ് നോളജ് നല്ലവണ്ണം വേണം, ബേസ് സ്ട്രോങ് ആയിരിക്കണം, ICDSനെ പറ്റി നല്ലൊരു ഐഡിയ വേണം. അത് പറഞ്ഞിട്ട് നമുക്ക് കാര്യമായിട്ട് ഇതിനകത്തുള്ള ഓരോ പ്രൊവിഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം ICDSൻ്റെ കോൺസെപ്റ്റ് ഞാൻ പറയുന്നത് ഇൻട്രൊഡക്ഷൻ. നോക്കൂ, ഇപ്പോൾ പഠിച്ചതനുസരിച്ച് ICDS 2 ഹെഡിനെ ആപ്ലിക്കബിൾ ആവും. പക്ഷേ ഈ പേരിൻ്റെ ഹെഡിങ് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇൻകം കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ്സ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? നോക്കൂ, അക്കൗണ്ട്സിൽ നിങ്ങളുടെ ബുക്സ് പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു അസസിയെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒരു കമ്പനിയുടെ എക്സാമ്പിൾ എടുക്കാം. കമ്പനിയെ സംബന്ധിച്ച് ബുക്സ് പ്രിപ്പയർ ചെയ്യുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡോ IndASോ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കാം, ഉറപ്പല്ലേ? അപ്പോൾ നോക്കൂ, ഫോർ ദ പർപ്പസ് ഓഫ് മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ICDS ആപ്ലിക്കബിൾ അല്ല. ഒരു അസസിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്യുന്നതും അവൻ്റെ ആനുവൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതും എവരിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഓർ IndAS. ഇവിടെ ഈ പറയുന്ന ICDS 1 തൊട്ട് 10 വരെ ഇൻകം കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന ഈ സാധനം, ആസ് ദ വേർഡ് ഇൻഡിക്കേറ്റ്സ്, ഇറ്റ്സ് ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ലിമിറ്റഡ് പർപ്പസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം അണ്ടർ ദ ടാക്സ് ലോ, under the heads of income, PGBP and capital gain. So the first point you have to remember is income computation and disclosure standards is only for the purpose of computation, only for the purpose of computation, and it is not for the purpose of maintenance of books of account. ഒരിക്കലും മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് ICDS ആപ്ലിക്കബിൾ അല്ല. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവരുടെ നമ്മുടെ സാധാരണ ഇതിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡോ IndASോ പ്രകാരം തന്നെയാണ്. but only for the purpose of computation of income under the head PGBP and under the head capital gain, income from other source, we have to follow ICDS. പിന്നെ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞതോ, ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്തുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രമല്ല, മിക്കവാറും ഒക്കെ ICDSനകത്ത് തന്നെ നമ്മുടെ ചില പോളിസികളും ചില ട്രീറ്റ്മെൻറ്റുകളും ഡിസ്ക്ലോസ് ചെയ്യണം, ചില കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം. എവിടെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? റിട്ടേണിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കേസുകളുണ്ട്, ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട കേസുകളുണ്ട്. അപ്പം ഡിസ്ക്ലോഷറും കമ്പ്യൂട്ടേഷനും. അപ്പം അക്കൗണ്ട്സിലെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അക്കൗണ്ട്സിലെ ഇൻകം എടുക്കുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും എവരിത്തിങ് ആസ് പെർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ IndAS. എന്നിട്ട് ആ സെയിം ഇയറിൽ അസസിയുടെ ടാക്സ് കമ്പ്യൂട്ടേഷൻ വരുമ്പോഴാണ് ICDS ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത് രണ്ടും തമ്മിൽ ഭയങ്കര ചില ഏരിയകളിൽ കോൺഫ്ലിക്റ്റ് വരും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലെ ട്രീറ്റ്മെൻറ്റും ICDS തമ്മിൽ കോൺഫ്ലിക്റ്റ് വരും. ആ കോൺഫ്ലിക്റ്റാണ് CA ഫൈനൽ ലെവലിൽ ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് കൃത്യമായി നിങ്ങൾക്കറിയാവോ? ആ കോൺഫ്ലിക്റ്റ് വന്നാൽ അതെങ്ങനെ സോൾവ് ചെയ്യും, ടാക്സ് കമ്പ്യൂട്ടേഷനിൽ നിങ്ങൾ അതെങ്ങനെ ട്രീറ്റ് ചെയ്യും, അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം പ്രാക്ടിക്കലി നമുക്കതാണ് വേണ്ടത്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ IndASും നമ്മുടെ ഈ ICDSും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്?
ആ ഡിഫറൻസ് നെറ്റ് പ്രോഫിറ്റ് എടുത്ത് പി ജി ബി പി ഇൻകോ IFOസും കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അതിലെങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും, അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഈ 10 ICDSും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതീക്ഷിക്കുന്ന നോളജ്. ആ ലെവലിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുന്നത്. അപ്പം ICDSൻ്റെ വേർഡിൻ്റെ ഫുൾ ഫോം ഇൻകം കമ്പ്യൂട്ടേഷൻ, ഓൺലി ഫോർ ദ ലിമിറ്റഡ് പർപ്പസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം അണ്ടർ ദ ഹെഡ് PGBP ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ് അണ്ടർ ദ ടാക്സ് ലോ വി ഹാവ് ടു അപ്ലൈ ICDS. ദാറ്റ്സ് എ ഫസ്റ്റ് പ്രൈമറി പോയിന്റ് യു ഹവ് ടു റിമെമ്പർ. 2, സെക്ഷൻ 145 സബ്സെക്ഷൻ 1 പ്രകാരം മർക്കണ്ടൽ സിസ്റ്റമോ ക്യാഷ് സിസ്റ്റമോ അതിലേതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്യാമെന്നല്ലേ പറഞ്ഞത് സാർ? അതെ. അപ്പോൾ ക്യാഷ് സിസ്റ്റത്തിൽ ബുക്ക് ഫോളോ ചെയ്യുന്ന ഒരുത്തന് ഡ്യൂ എന്നോ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നോ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ലല്ലോ സാർ? ഇല്ല. അപ്പോൾ ക്യാഷ് സിസ്റ്റത്തിൽ ബുക്ക് ഫോളോ ചെയ്യുന്നൊരു വ്യക്തിക്ക് ഈ ICDS ബാധകമാണോ? ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് നൈസ് ക്വസ്റ്റ്യൻ, റൈറ്റ്? അപ്പോൾ വളരെ കൃത്യമായി അറിഞ്ഞിരിക്കുക, ICDS ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഇഫ് ദ ബുക്സ് ആർ മെയിൻറ്റെയിൻഡ് അണ്ടർ മെർക്കൻഡൈൽ സിസ്റ്റം. അപ്പോൾ മെർക്കൻഡൈൽ സിസ്റ്റത്തിൽ ബുക്ക് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ICDSൻ്റെ ഇമ്പാക്റ്റ് വരൂ. ഇൻട്രൊഡക്ഷനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ക്യാഷ് സിസ്റ്റത്തിൽ ബുക്ക് ഫോളോ ചെയ്യുന്നവർക്ക് ഈ പറയുന്ന ICDSൻ്റെ ഇമ്പാക്റ്റ് വരില്ല. അതെന്താ സാർ വരാത്തത്? എടോ, മെർക്കൻഡൈൽ സിസ്റ്റത്തിലല്ലേ നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ട്രീറ്റ്മെൻറ്റുകളും എൻട്രി ഇടുന്നതും അതിൻ്റെ പിന്നെ റിക്കഗ്നീഷൻ്റെ ഇഷ്യൂസൊക്കെ വരുന്നത്. അപ്പം ക്യാഷ് സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്നവർക്ക് ICDS ഫോളോ ചെയ്യേണ്ട, മെർക്കൻഡൈൽ സിസ്റ്റത്തിൽ ബുക്ക് ഫോളോ ചെയ്യുന്നവർക്ക് ICDS നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. ഇനി അടുത്ത പ്രശ്നം, സെക്ഷൻ 44 AD പ്രകാരം പ്രിസംപ്റ്റീവ് ഇൻകം ഡിക്ലെയർ ചെയ്യുന്നവർക്കോ 44 ADA സെക്ഷൻ പ്രകാരം പ്രിസംപ്റ്റീവ് ഇൻകം ഡിക്ലെയർ ചെയ്യുന്നവർക്കോ 44 AE സെക്ഷൻ പ്രകാരം പ്രിസംപ്റ്റീവ് ഇൻകം ഡിക്ലെയർ ചെയ്യുന്നവർക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല. അതെന്താ സാർ? അയ്യോ, അവിടെ പ്രിസംപ്റ്റീവ് ഇൻകം അല്ലേ, ഗ്രോസ് ടേൺ ഓവർ എടുത്തിട്ട് ടേൺ ഓവറിൻ്റെ 8% അല്ലെങ്കിൽ 6% അല്ലേ 44 ADയിലെ ഇൻകം, ഗ്രോസ് റെസീറ്റ്സിൻ്റെ 50% അല്ലേ ADAയിലെ ഇൻകം, പിന്നെ ഗുഡ്സ് കാരേജിൻ്റെ പുറത്തെടുത്തിട്ട് 7,500 പെർ വെഹിക്കിൾ പെർ മന്തോ പാർട്ട് ഓഫ് ദ മന്തോ അല്ലെങ്കിൽ ₹1,000 പെർ ടൺ, അങ്ങനെയല്ലേ അവിടുത്തെ പ്രസൻറ്റ് ഇൻകം അണ്ടർ 44A. അപ്പോൾ അവിടെ എക്സ്പെൻസ് കുറയ്ക്കുന്നില്ലല്ലോ. എക്സ്പെൻസ് കുറയ്ക്കുമ്പോഴാണല്ലോ ആക്ച്വലി അലോ ചെയ്യണോ വേണ്ടെന്നുള്ള പ്രശ്നം ഉദിക്കുന്നത്. അവിടെയാണല്ലോ മെർക്കൻഡൈൽ സിസ്റ്റത്തിന് ഇമ്പാക്റ്റ് വരുന്നത്. അവിടെയാണ് ICDS. അപ്പോൾ 44AD, 44ADA, 44AE ഈ പറഞ്ഞ സെക്ഷൻസ് പ്രകാരം പ്രസൻറ്റ് ഇൻകം ഡിക്ലെയർ ചെയ്യുന്നൊരു വ്യക്തിക്ക് ഈ പറഞ്ഞ ICDS ആപ്ലിക്കബിൾ അല്ല. ഇനി നമ്മുടെ അക്കൗണ്ട്സ് പ്രകാരം പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ ബുക്ക് നെറ്റ് പ്രോഫിറ്റ് എടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലെ പ്രോഫിറ്റ് എടുത്തിട്ട് 15 ഐറ്റം ആഡ് ചെയ്ത് 12 ഐറ്റം കുറച്ച് പിന്നെ അഡീഷണൽ ആയിട്ട് 4 ഐറ്റം IndAS കംപ്ലയിൻറ്റ് കമ്പനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്ന സാധനത്തിൻ്റെ പേര് ബുക്ക് പ്രോഫിറ്റ്. ആ ബുക്ക് പ്രോഫിറ്റിൻ്റെ പുറത്ത് 15% മാറ്റ് അടിക്കും. സാർ ആ മാറ്റ് അല്ലെങ്കിൽ ബുക്ക് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ICDS ആപ്ലിക്കബിൾ ആണോ? അല്ല. അത് പ്യുവർലി ബേസ്ഡ് ഓൺ അക്കൗണ്ട്സിൽ നമ്മുടെ കമ്പനീസ് ആക്ടിൻ്റെ ഷെഡ്യൂൾസ് പ്രകാരം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എടുത്തിട്ട് 115 GB എക്സ്പ്ലനേഷനിൽ പറഞ്ഞിരിക്കുന്ന 15 ഐറ്റം അഡ്ജസ്റ്റ് ചെയ്യുന്നു, 12 ഐറ്റം അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ IndAS കംപ്ലയിൻറ്റ് കമ്പനിക്ക് അഡീഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് കൺവേർട്ട് ചെയ്തെടുക്കുന്ന ബുക്ക് പ്രോഫിറ്റിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് മാറ്റ്. നോക്കൂ, അത് അക്കൗണ്ട്സിലെ പ്രോഫിറ്റാണ്. അതും ടാക്സ് ഇൻകവും തമ്മിൽ ബന്ധമില്ല. അതൊരു പാരലൽ കമ്പ്യൂട്ടേഷൻ മാത്രമാണ്. അതുകൊണ്ട് മാറ്റിൻ്റെ കമ്പ്യൂട്ടേഷന് നമ്മുടെ ICDS ആപ്ലിക്കബിൾ ആണോ? അല്ല. അപ്പോൾ ICDS ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ മാറ്റ് കമ്പ്യൂട്ടേഷൻ. സാറേ, ഓൾട്ടർനേറ്റ് മിനിമം ടാക്സിന് ICDS ആപ്ലിക്കബിൾ ആണോ? യെസ് ആപ്ലിക്കബിൾ. അതെന്താ സാർ? AMT ഓൾട്ടർനേറ്റ് മിനിമം ടാക്സിന് ആപ്ലിക്കബിൾ, മാറ്റിന് ആപ്ലിക്കബിൾ അല്ലെന്ന് പറഞ്ഞു. അങ്ങനെ AMTക്ക് ആപ്ലിക്കബിൾ ആവുന്നത്? ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കൂ. AMT എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നത്? 18.5% ഏതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്നത്? AMT അപ്ലൈ ചെയ്യുന്നത് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ പുറത്തല്ലേ? അതെ. അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ കമ്പ്യൂട്ടേഷൻ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടഡ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ദ ഇൻകം ടാക്സ് ലോ ഇൻക്രീസ്ഡ് വിത്ത് 10AA എക്സാംഷൻ ക്ലെയിംഡ് ഇഫ് എനി പ്ലസ് ചാപ്റ്റർ 6 ഹെഡിങ്സ് 80 IA2 IE if any claimed പ്ലസ് സെക്ഷൻ 35D ഡിഡക്ഷൻ ക്ലെയിംഡ് ലെസ് നാഷണൽ ഡിപ്രീസിയേഷൻ. ഈ 3 ഐറ്റം ആഡ് ചെയ്യുമ്പോഴല്ലേ ടോട്ടൽ ഇൻകം ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ദ IT ആക്ട് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം ആയിട്ട് മാറുന്നത് ഒരു നോൺ കോർപ്പറേറ്റ് അസസിക്ക്. അപ്പോൾ അവിടെ ടോട്ടൽ ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടല്ലേ ആ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം പിന്നെ കിട്ടുന്നത്. അപ്പം അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിനകത്ത് ടോട്ടൽ ഇൻകം ഉണ്ടല്ലോ. ആ ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ അതിനകത്ത് PGBPയും ഇൻകം ഫ്രം അതർ സോഴ്സും വരാമല്ലോ. അപ്പോൾ അവിടെ ICDS വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് AMT കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ ICDS ആപ്ലിക്കബിൾ ആണ്. പക്ഷേ മാറ്റിൻ്റെ കമ്പ്യൂട്ടേഷൻ ICDS വേണ്ട. കാരണം അത് പ്യുവർലി അക്കൗണ്ട്സിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നതാണ്. മറ്റൊരു റിലാക്സേഷനാണ്. അടുത്ത റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലാണ് അല്ലെങ്കിൽ ഒരു HUF ആണ്. ആ ഇൻഡിവിജ്വലിനും HUFനും 44ABയിലെ ടാക്സ് ഓഡിറ്റ് നോട്ട് ആപ്ലിക്കബിൾ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ICDS നോട്ട് ആപ്ലിക്കബിൾ. അപ്പോൾ നോക്കൂ, ഒരു പിന്നെ ഇൻഡിവിജ്വലോ HUF ആയിരിക്കണം. ആ ഇൻഡിവിജ്വലിനോ HUFനെ സംബന്ധിച്ച് 44AB പ്രകാരം ടാക്സ് ഓഡിറ്റ് അവർക്ക് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ICDS മാൻഡേറ്ററി ആണ്. പക്ഷേ അവർക്ക് 44AB ടാക്സ് ഓഡിറ്റ് വന്നിട്ടില്ലെങ്കിൽ ICDS മാൻഡേറ്ററി അല്ല. വേണമെങ്കിൽ ഫോളോ ചെയ്യാം, അതിന് വിരോധമൊന്നുമില്ല. ഡിപ്പാർട്ട്മെൻറ്റിന് സന്തോഷമേ ഉള്ളൂ. പക്ഷേ മാൻഡേറ്ററി അല്ല. അപ്പോൾ ആദ്യം പറഞ്ഞ പോയിന്റ് PGBPയിലും IFOSലെയും
ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ മാത്രവും പിന്നെ അതിൻ്റെ ITR ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ ഫയൽ ചെയ്യുമ്പോൾ അതിനകത്ത് ഡിസ്ക്ലോഷറിന് വേണ്ടി മാത്രമാണ് ICDS. ICDS is not for the purpose of maintenance of books of account. Very important point. And the second point, only if a person maintains the books under mercantile system, only then ICDS is applicable. CAT system book follow ചെയ്യുന്ന ICDS applicable അല്ല. Another important point. And the third point, 44 ADയിലോ 44 ADAയിലോ 44 AEയിലോ പ്രിസംപ്റ്റീവ് ടാക്സേഷനിൽ ഇൻകം ഡിക്ലെയർ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മുടെ ICDS ആപ്ലിക്കബിൾ അല്ല. അതെന്താ സാർ അവർക്ക് ICDS ആപ്ലിക്കബിൾ അല്ലാത്തത്? ഇവിടെ പ്രിസംപ്റ്റീവ് ആണ്, അവിടെ എക്സ്പെൻസ് ഒന്നും ക്ലെയിം ചെയ്യുന്നില്ല. ഒരു ഫ്ലാറ്റ് ബേസിസിൽ അസംഷൻ ബേസിൽ ഇൻകം കണ്ടുപിടിക്കില്ലേ, അതുകൊണ്ട് അവർക്ക് ICDS വേണ്ട. മാറ്റ് കമ്പ്യൂട്ടേഷൻ ICDS ആപ്ലിക്കബിൾ അല്ല, പക്ഷേ AMD കമ്പ്യൂട്ടേഷൻ ICDS ആപ്ലിക്കബിൾ ആണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഇൻഡിവിജ്വലിന് HUFന് 44AB ടാക്സ് ഓഡിറ്റ് ഇല്ലെങ്കിൽ ICDSൻ്റെ നോട്ടിഫിക്കേഷൻ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ബേസിക്കലി പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഇൻഡിവിജ്വലിന് HUFനും ടാക്സ് ഓഡിറ്റ് ഇല്ലെങ്കിൽ ICDS മാൻഡേറ്ററി അല്ല. ചില റെയർ സാഹചര്യങ്ങളിൽ ICDSലെ പ്രൊവിഷനും ഇൻകം ടാക്സ് ആക്ടിലെ പ്രൊവിഷനും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ചില ഏരിയയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. പണ്ട് ഒത്തിരി കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. 2018 ആക്ടിൽ കുറേ അമെൻമെൻറ്റ്സ് ഉണ്ടായിട്ട് കുറച്ച് പുതിയ സെക്ഷൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു പരിധി വരെയുള്ള കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കോൺഫ്ലിക്റ്റ് വന്നുകൂടുന്നില്ല. സപ്പോസ് ICDSും നമ്മുടെ ഇൻകം ടാക്സിൻ്റെ ആക്ടിലെ പ്രൊവിഷനും തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നാൽ ഏത് പ്രിവൈൽ ചെയ്യും? ദെൻ ഇൻകം ടാക്സ് ആക്ട് ഓൺലി വിൽ പ്രിവൈൽ. അങ്ങനെയാണ് ഇൻകം ടാക്സ് ആക്ട് മാത്രമേ പ്രിവൈൽ ചെയ്യുള്ളൂ. അപ്പോൾ ICDSുമായി ബന്ധപ്പെട്ട് ഇത്രയും പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ICDS 1 മുതൽ 10 വരെയുള്ള ഓരോ ICDSൻ്റെയും കണ്ടൻറ്റ് പഠിക്കുന്നതിന് മുമ്പ് ദയവ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ ഇൻകം കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ്സ്, ICDSൻ്റെ ആപ്ലിക്കബിലിറ്റി നമ്മൾ പറഞ്ഞു. ICDS ആപ്ലിക്കബിൾ ഫോർ എവരി assessee എക്സെപ്റ്റ് ഇൻഡിവിജ്വൽ ആൻഡ് HUF, നോട്ട് ലൈബിൾ ഫോർ ടാക്സ് ഓഡിറ്റ്. But if an assessee maintains the books under cash system, ICDS is not mandatory. അവിടെ വരത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഇൻകം കമ്പ്യൂട്ടേഷൻ ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് ഗവൺമെൻറ് 10 ICDS ആണ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ആ 10 ICDS ഏതൊക്കെയാണ്? ആ 10 ICDS ഞാൻ പറയുകയാണ്. ഫസ്റ്റ് ICDS 1 അക്കൗണ്ടിംഗ് പോളിസീസ്. ICDS 1 അക്കൗണ്ടിംഗ് പോളിസീസ്. ICDS 2 വാല്യുവേഷൻ ഓഫ് ഇൻവെൻറ്ററീസ്. ICDS 3 കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്സ്. ICDS 4 റവന്യൂ റിക്കഗ്നിഷൻ. നമ്മുടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ 9 ഒക്കെ പറയുന്നത്. ICDS 5 ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്സ്. ICDS 6 എഫക്ട്സ് ഓഫ് ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്. ICDS 7 ഗവൺമെൻറ് ഗ്രാൻസ്. ICDS 8 സെക്യൂരിറ്റീസ്. ICDS 9 ബോറോയിങ് കോസ്റ്റ്. ICDS 10 പ്രൊവിഷൻസ് കണ്ടിജന്റ് ലൈബിലിറ്റീസ് ആൻഡ് കണ്ടിജന്റ് അസറ്റ്സ്. ഇതുവരെയുള്ള ട്രെൻഡുകളെ വെച്ച് പറയുകയാണെങ്കിൽ, ഇതുവരെ ചോദിച്ചിട്ടുള്ള ട്രെൻഡുകൾ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് അക്കൗണ്ടിംഗ് പോളിസീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റവന്യൂ റിക്കഗ്നിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗവൺമെൻറ് ഗ്രാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്യൂരിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊവിഷൻസ് കണ്ടിജന്റ് ലൈബിലിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാറേ പറഞ്ഞ് മിക്കവാറും എല്ലാം ആയല്ല. ഇനി മിച്ചമുള്ള 3 കൂടെ സാറങ്ങ് അണ്ടർലൈൻ ചെയ്തോളൂ. അപ്പോൾ പിന്നെ അതും കൂടെ ഞങ്ങൾ ചെയ്തേക്കാം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഇതുവരെയും ചോദിച്ചിട്ടില്ല. എക്സാമിനേഷനെ സംബന്ധിച്ച് ICDSൽ നിന്ന് മാത്രമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ സാർ? ന്യൂ സിലബസിന് ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ICDSൽ നിന്ന് മാത്രം. ഫോർ എക്സാമ്പിൾ ICDS 8 സെക്യൂരിറ്റീസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിന് ന്യൂ സിലബസിന് ചോദിച്ചിട്ടുണ്ട് ICDS മാത്രമായിട്ട്. അതല്ലാതെ ICDSൽ നിന്ന് ക്വസ്റ്റ്യൻ കണ്ടത് കംപ്ലീറ്റ് 16 മാർക്കിൻ്റെയോ 12 മാർക്കിൻ്റെയോ 14 മാർക്കിൻ്റെയോ 10 മാർക്കിൻ്റെയോ കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻ. കോംപ്രിഹെൻസീവ് എന്ന് ഉദ്ദേശിച്ചത് അതിനകത്ത് ഒന്നുകിൽ ഒരു കമ്പനിയുടെ ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലൈബിലിറ്റിയുടെ കാൽക്കുലേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ടിപ്പിക്കൽ ഒരു PGBP കമ്പ്യൂട്ടേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ LLPയുടെ അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻ വിത്ത് PGBP ആയിരിക്കും. അങ്ങനെ ചോദിക്കുന്ന 10, 12, 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യനകത്ത് 1, 2 അഡ്ജസ്റ്റ്മെൻറ്റ്സ് വിൽ ബി ബേസ്ഡ് ഓൺ ICDS. ഈ 2 സ്റ്റൈലിലാണ് എക്സാമിനേഷന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അസസ്മെൻറ്റ് ഓഫ് പാർട്ണർഷിപ്പ് ഫോമുമായി ബന്ധപ്പെട്ട് ICDS 2 വാല്യൂഷൻ ഓഫ് ഇൻവെൻറ്ററിൽ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അസസ്മെൻറ്റ് ഓഫ് ഫേമിൽ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ അടക്കം ചെയ്തതാണ്. ഇൻ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം വെദർ ഓർ നോട്ട് ദ ബിസിനസ് ഇസ് ഡിസ്കണ്ടിന്യൂഡ് ദ ക്ലോസിംഗ് സ്റ്റോക്ക് മസ്റ്റ് ബി വാല്യൂഡ് അറ്റ് ദ ഫെയർ മാർക്കറ്റ് വാല്യൂ. ദാറ്റ്സ് എ കോൺസെപ്റ്റ്. അപ്പോൾ ICDS 1 തൊട്ട് 10 വരെ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ICDS കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിൽ നമ്മൾ അടുത്ത ഓരോ സെഷനായിട്ട് ഓരോ ICDS ആയിട്ട് നമ്മൾ പഠിക്കും. ICDS 1, ICDS 2, ICDS 3 അങ്ങനെ ഓരോന്നായിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ICDSൻ്റെ ഇൻട്രൊഡക്ഷൻ പഠിച്ചു. അപ്പോൾ ഈ ഒരു ലെക്ചർ ICDSൻ്റെ ഇൻട്രൊഡക്ഷനെ പറ്റിയാണ്. എത്ര ICDS ഉണ്ട്? 10 ICDS ഉണ്ട്. ഏതൊക്കെ ഹെഡിനാണ് വേണ്ടത്? PGBPക്കും ഇൻകം ഫ്രം അതർ സോഴ്സിനും മെർക്കൻഡൽ സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്നവർക്ക്. സാധാരണഗതിയിൽ കമ്പനികളെ സംബന്ധിച്ച് ICDS മാൻഡേറ്ററി ആണ്. കാരണം കമ്പനികളെല്ലാം തന്നെ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന മെർക്കൻഡൽ സിസ്റ്റത്തിലാണ്. അപ്പോൾ അവർക്ക് ഉറപ്പായിട്ട് എന്ത് വരും? ICDS ആപ്ലിക്കബിൾ ആവും.
അപ്പം ഐ സി ഡി എസിൻ്റെ ഇൻട്രൊഡക്ഷൻ ആംഗിൾ അറിഞ്ഞിരിക്കുക, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അതിൻ്റെ വഴിക്ക് പോകും, ഇന്ത്യസ് അതിൻ്റെ വഴിക്ക് പോകും, ആ ലെവലിൽ അസസി ബുക്ക് പ്രിപ്പയർ ചെയ്യും, ആ സെയിം സാധനത്തിനടുത്ത് നമ്മുടെ ഇൻകം ടാക്സിലെ ടാക്സ് കമ്പ്യൂട്ടേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെടുത്തിട്ട് അങ്ങ് അലക്കും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഐ സി ഡി എസും തമ്മിൽ കോൺഫ്ലിക്റ്റുകളുണ്ടാവും, ആ കോൺഫ്ലിക്റ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഓരോ ഐ സി ഡി എസ് പഠിക്കുമ്പോഴും ആദ്യം ഞാൻ ഐ സി ഡി എസിൻ്റെ ഒരു ഓവറോൾ ഐഡിയ ഞാൻ പറയും. എന്താണ് ഐ സി ഡി എസ്, ഈ ഐ സി ഡി എസ് 1 എന്താണ്, 2 എന്താണ്. എല്ലാ ഐ സി ഡി എസിൻ്റെയും മദർ ഐ സി ഡി എസ് 1 ആണ് കേട്ടോ. കാരണം നമ്മുടെ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ മദർ സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 എന്ന് പറയുന്ന പോലെ ഐ സി ഡി എസിൻ്റെ മദർ ഐ സി ഡി എസ് 1 ആണ്. ഐ സി ഡി എസ് 1 ഒരുപാട് പ്രിൻസിപ്പിളുകളുണ്ട്. ആ പ്രിൻസിപ്പിൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഐ സി ഡി എസ് 1 പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ബാക്കിയുള്ള പല ഐ സി ഡി എസിനകത്ത് പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ കണക്ട് ചെയ്ത് പറയേണ്ടി വരും. കാരണം എന്നാലേ ഐ സി ഡി എസ് 1 ആ ഒരു ശരിക്കുള്ള എൻ്റെ പേഴ്സ്പെക്റ്റീവ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഐ സി ഡി എസ് 1 പറയുമ്പോൾ തന്നെ ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള കുറേ സ്ട്രോങ് പോയിന്റ്സ് ഞാൻ പറയും. റിമെമ്പർ, ബാക്കി എല്ലാ 9 ഐ സി ഡി എസും ബേസ് ചെയ്തിരിക്കുന്ന ഐ സി ഡി എസ് 1 ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഐ സി ഡി എസ് 1 എന്ന് വെച്ചാൽ മദർ ഐ സി ഡി എസ് ആണ്. അപ്പോൾ ഐ സി ഡി എസ് 1 നമ്മൾ തുടങ്ങും, പഠിക്കും, അതിൻ്റെതായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് ഐ സി ഡി എസ് 2, അങ്ങനെ ആയിരിക്കും നമ്മൾ ഓരോ ഐ സി ഡി എസ് ആയിട്ട് പഠിക്കുക. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ടത്, ലാസ്റ്റ് മൊമെൻറ്റിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ പ്രിപ്പറേഷന് വേണ്ടി ചെയ്യുന്ന സമയത്ത് ഏറ്റവും അവസാനം അൾട്ടിമേറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട പോയിന്റ്, ഓരോ ഐ സി ഡി എസിനകത്തുള്ള പ്രൊവിഷനും, ഇപ്പോൾ നമ്മുടെ ഐ സി ഡി എസിനകത്ത് ഓരോ ഐ സി ഡി എസിൽ ഓരോ പ്രൊവിഷൻ ഉണ്ടല്ലോ, ആ ഓരോ ഐ സി ഡി എസിലെ പ്രൊവിഷനും നമ്മുടെ ഇൻകം ടാക്സിനകത്തുള്ള പ്രൊവിഷനും, ഐ സി ഡി എസിലെ പ്രൊവിഷനും ഇൻകം ടാക്സിലെ പ്രൊവിഷനും അത് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ അടുത്ത് നമ്മൾ നോക്കേണ്ടത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനകത്തുള്ള പ്രൊവിഷൻ, അല്ലെങ്കിൽ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ ഉള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലെ പ്രൊവിഷനും നമ്മുടെ ഈ ഐ സി ഡി എസിലെ പ്രൊവിഷനും ഇത് രണ്ടും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടോ? ഇത് രണ്ടും തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നാൽ ആ കോൺഫ്ലിക്റ്റ് എന്താണ്? എന്ന് വെച്ചാൽ ഹൗ ഐ സി ഡി എസ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഫ്രം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇന്ത്യസ്. ദാറ്റ് ഈസ് ദ കോർ ടോപ്പിക് യു ഹാവ് ടു സ്റ്റഡി വൈൽ സ്റ്റഡിങ് ദ ഈച്ച് ഐ സി ഡി എസ്. ഓരോ ഐ സി ഡി എസ് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് കൃത്യമായ ഐഡിയ വേണ്ട ഒരു ടോപ്പിക് അതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോന്ന് പഠിക്കുമ്പോഴും. അത് എങ്ങനെയാണ് ഐ സി ഡി എസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് തമ്മിൽ വ്യത്യാസം എന്താണ്, ആ വ്യത്യാസം നമ്മൾ ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യും, ഇത്രയും കാര്യങ്ങൾ അതെങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യും, ഇത്രയും കാര്യങ്ങളാണ് കാര്യമായിട്ട് ഓർക്കേണ്ടത്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചില ഐ സി ഡി എസ് വളരെ ഡീപ്പ് ലെവലിൽ പഠിക്കണം. അപ്പോൾ അത് അതുപോലെ തന്നെ നമ്മൾ പഠിക്കും, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ അടുത്ത സെഷൻ തൊട്ട് നമുക്ക് ഐ സി ഡി എസിൻ്റെ ഓരോ ഐ സി ഡി എസ് വൈസ് നമുക്ക് പഠിച്ച് കവർ ചെയ്യാം. ഐ സി ഡി എസ് ഫിനിഷ് ചെയ്യുന്ന മുറയ്ക്കായിരിക്കും നമ്മൾ കമ്പനിയുടെ പിന്നെ വളരെ അഡ്വാൻസ് ലെവലിലെ കോംപ്രിഹെൻസീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മൾ മാറ്റും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്യും. അപ്പോൾ ലാസ്റ്റ് ഐ സി ഡി എസും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് ആൻ ഐഡിയ.